നമസ്കരിക്കുന്ന പെണ്ണ്, നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണ്, ഏറെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നാം വിചാരിക്കുന്ന പെണ്ണ്, പക്ഷെ അവിടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം നരകാഗ്നിയിലേക്ക് ആപതിച്ചു പോകേണ്ട ഒരു ദുർഗതിയിൽ പെട്ടുപോകുന്ന സ്ത്രീകളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന ഈ ഇഫ്താറിന്റെ ഏറ്റവും അടുത്ത സമയത്തൊക്കെ നടക്കാനിരിക്കുന്ന സംസാരം കേൾക്കാനിരിക്കുന്ന ഈ പന്തലിന്റെ ഓഡിറ്റോറിയത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരുപക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഏറെ ഓർക്കുന്നവരായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രം അണിഞ്ഞവരായിരിക്കും. പക്ഷേ വലിയ വ്യത്യസ്തമായ മോഡലുകളും ഫാഷനുകളും കടന്നു വരുമ്പോ ഹദീസിന്റെ രംഗത്ത് കാണാം കാസിയാത്തുൻ ആരിയാത്തുൻ എന്ന് തുടങ്ങുന്ന ചില വചനങ്ങൾ. മുമീലാത്തുൻ മായിലാത്തുൻ, വസ്ത്രമണിഞ്ഞിട്ടും നഗ്നകളായി നടക്കുന്ന സ്ത്രീകൾ. എങ്ങനെ? പർദയാണ് നിങ്ങളുടെ വസ്ത്രം. ഒരു സ്ത്രീയുടെ വേഷം ജിൽബാബാണ്. ജിൽബാബ്, ശരീരമൊന്നാകെ മൂടുന്ന വസ്ത്രം. അത് പിശാച് പറഞ്ഞു തരുന്നു, ഇന്ന ഭാഗത്ത് നിങ്ങൾ ടൈറ്റ് ചെയ്യണമെന്ന്, ഇന്നതുപോലെ മോഡലാക്കണമെന്ന്. കറുപ്പ് വസ്ത്രം തന്നെ വേണമെന്ന് ഇല്ല, ഇസ്ലാം എവിടെയും ഒരിക്കലും നിഷ്കർഷിച്ചിട്ടില്ല. പിന്നെന്തിനാണ് എല്ലാ സ്ത്രീകളും കറുപ്പ് പർദ തന്നെ അണിഞ്ഞത്? അത് ആകർഷണീയത കുറയാനാണ്. പക്ഷെ ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നു, കറുപ്പായിക്കൊള്ളട്ടെ. ഇതിന്റെ ആ പർദയുടെ മുകളറ്റം മുതൽ താഴറ്റം വരെ ഒരു ചെറിയ ചെറിയ ലെൻസുകൾ പിടിപ്പിക്കണമെന്ന് പിശാച് പറയുന്നു. അത് സ്വീകരിക്കാൻ നമ്മുടെ ഭാര്യമാരും പെങ്ങന്മാരും തയ്യാറാകുന്നു, അല്ലെ? കൈയിന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു തരത്തിലുള്ള മുത്തുകളോ ലെൻസുകളോ ഗ്ലാസുകളോ പിടിപ്പിക്കണമെന്ന് പിശാച് പറഞ്ഞു തരുന്നു. അത് നാം സ്വീകരിക്കുന്നു. ഏതോ ഒരു സിനിമാ നടി, ഏതെങ്കിലും ഒരു സീരിയൽ നടി ആ ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ തന്നെ അവരിച്ഛിക്കുന്ന വിധത്തിൽ മുസ്ലിം സ്ത്രീകള് ഫാഷൻ രംഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് കാണുമ്പോ പർദയെ ഒരു ഫാഷനാക്കി മാറ്റി സീരിയലിൽ കൊണ്ടുവന്ന്, സിനിമയിൽ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്നു. അത് നാം സ്വീകരിക്കാൻ തയ്യാറായി. എവിടെയാണോ ഒരു സീരിയൽ നടി പർദയുടെ ഭാഗം ടൈറ്റ് ചെയ്തത് അവിടെ ടൈറ്റ് ചെയ്യാൻ, ഒരു സിനിമാ നടി പർദയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ കണ്ണാടികളും ലെൻസുകളും മുത്തുകളും പിടിപ്പിച്ചത് അതങ്ങനെ തന്നെ പിടിപ്പിച്ച് ഏറ്റവും ആകർഷണീയത വരുത്തുന്ന, ഒരു പുരുഷനെ വല്ലാതെ ആകർഷിച്ചു കളയുന്ന, അട്രാക്ഷൻ നൽകുന്ന രൂപത്തിൽ വേഷം എങ്ങനെ ആക്കി തീർക്കണമെന്ന് പിശാച് പറഞ്ഞുവോ ആ രൂപത്തിലേക്ക് തന്നെ നമ്മുടെ വേഷത്തെ മാറ്റി, നടത്തത്തിൽ മാറ്റങ്ങൾ വരുത്തി. അതാണ് വസ്ത്രമണിഞ്ഞിട്ടും ചില സ്ത്രീകൾ നഗ്നകളാണ്. എന്തിനാ സന്തുഷ്ട കുടുംബം പറയുമ്പോ സ്ത്രീകളുടെ വേഷം പറയുന്നത്? ഏറ്റവും ആകർഷണീയത നിറഞ്ഞ വസ്ത്രമണിയേണ്ടത് ഭർത്താവിന്റെ മുന്നിലേക്കാണ്. സുഗന്ധങ്ങൾ ഉപയോഗിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലേക്കാണ്. പുറത്തേക്ക് കുത്തുന്ന വാസനകളുള്ള സുഗന്ധങ്ങളും പൗഡറുകളും ഉപയോഗിക്കേണ്ടത് ബെഡ്റൂമിലാണ്. അങ്ങനെയാണോ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ? അവര് വസ്ത്രമണിഞ്ഞ് വിവസ്ത്രകളായി നടക്കുന്ന സ്ത്രീകൾ, മനുഷ്യന്റെ മൂക്കിലേക്ക് തുളച്ചു കയറുന്ന വിധത്തിലുള്ള നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ, അവർ വേശ്യകളെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൗരവമായി മനസ്സിലാക്കണം. പർദ ഓപ്പൺ പർദയായി മാറി, എല്ലാ മോഡലാണ്. പാറിക്കളിക്കുന്ന പർദ, കഷ്ടങ്ങൾ തുന്നിച്ചേർക്കുന്ന പർദ, ഉമ്മക്കും മകൾക്കും ഭാര്യക്കും ഭാര്യയുടെ അനുജത്തിക്കും ജേട്ടത്തിക്കുമൊക്കെ, ഹൈറ്റുള്ളവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കും തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കുമൊക്കെ അതേ പർദ തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒട്ടിച്ചു വെക്കുന്ന കഷ്ടങ്ങളടങ്ങിയ പർദ. എന്തൊക്കെ മോഡലുകളാണ് ഈ വിപണിയിലേക്ക് വരുന്നത്? ആരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പർദ ഇറങ്ങുന്നത്? മുസ്ലിം സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണല്ലോ, അല്ലേ? മുസ്ലിം സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പർദ വിപണിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഗൗരവമായി ആലോചിക്കുക. എന്ത്? ഞാൻ നമസ്കരിക്കുന്നവളാണ്, ഞാൻ നോമ്പെടുക്കുന്നവളാണ്, ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നവളാണ്. എന്റെ വേഷത്തിന്റെ പേരിൽ മാത്രം ഞാൻ നരകാഗ്നിയിലേക്ക് മുഖം കുത്തി വീഴേണ്ടി വന്നാൽ അപകടമാണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് ഓർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടാകണം, ചിന്താശക്തിയുണ്ടാകണം. ഖുർആനിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ് അടുത്ത് വരാനിരിക്കുന്നത്. അഫലാ യതദബ്ബറൂൻ അഫലാ തഅഖിലൂൻ എന്ന ചിന്തിക്കുന്നില്ലേ, ഉട്ടാലോചിക്കുന്നില്ലേ എന്ന ചോദ്യം ഖുർആനിൽ 248 സ്ഥലത്ത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ഉട്ടാലോചിക്കുന്നുണ്ടോ? ബുദ്ധി കൊടുത്താലോചിക്കുന്നുണ്ടോ? മുമീലാത്തുൻ മായിലാത്തുൻ, അത് ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ. റുഊസുഹുന്ന, അവിടെ തലഭാഗം
ആരെപ്പോലെ? ആടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അങ്ങാടിയിൽ ആ സൈഡിലേക്ക് നോക്കി മറു സൈഡിലേക്ക് നോക്കി ആടിക്കുഴഞ്ഞ് തലയാട്ടി അല്ലെ കൊഞ്ചിക്കുഴഞ്ഞ് നടന്നു പോകുന്ന സഹോദരിമാർ, തള്ളവിരൽ കൊണ്ട് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടി വരുമ്പോഴേക്ക് തന്നെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് വൃത്തം വരച്ചു പോകുന്ന, അങ്ങനെ ആടിക്കുഴഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് ജീവിതം മുന്നോട്ട് നീക്കുന്ന സഹോദരിമാർ. അങ്ങനെയുള്ള ഒരു പെണ്ണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അങ്ങനെയുള്ള സഹോദരിമാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദീന, നോക്കൂ, അവർക്ക് കിട്ടൂല എന്നാ പറഞ്ഞത്. എന്ത്? സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗത്തിന്റെ വാസന പോലും, സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്റെ പേരിൽ മാത്ര? വസ്ത്രം മോശമായി പോയി, നടത്തം മോശമായി പോയി, ജന്മന ഒരു വൈകല്യം സംഭവിച്ച് അല്ലെ നടത്തത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായതല്ല. താൻ അണിയുന്ന വേഷത്തിനനുസരിച്ച്, താൻ അണിയുന്ന ചെരുപ്പിനനുസരിച്ച്, താൻ അണിഞ്ഞ വസ്ത്രത്തിനനുസരിച്ച് നടത്തവും രൂപവും പെരുമാറ്റവും കോലവും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാർ. ആഭരണം അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അല്ലല്ലോ. ഒരു പെണ്ണിനെ അണിയാമെന്ന് മാത്രം. സ്വർണം ആവശ്യമാണോ? അല്ല. അത്യാവശ്യമാണോ? അതുമല്ല. പിന്നെന്താ? അനുവദനീയമാണ്, അത്രയല്ലേ ഉള്ളൂ. സ്വർണം അത്യാവശ്യമല്ല, ആവശ്യമല്ല. അതില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാ? ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ കുറച്ച് സ്വർണം ഉപയോഗിക്കുന്നതാരാ? ക്രൈസ്തവരാണെന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്ത് ക്രിസ്ത്യാനികളാണ്. ലോകത്ത് ഏറ്റവും കുറഞ്ഞ സ്വർണം യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, ശരീരത്തിൽ അണിയുന്നത്, സ്വർണം വാങ്ങുന്നത് ആരാന്നല്ല, ചിലപ്പോൾ അവരായിരിക്കാം, പക്ഷേ ശരീരത്തിൽ അണിയുന്നത് ആരാ? ക്രൈസ്തവരാണ് എന്നാണ്. പ്ലാസ്റ്റിക്കിന്റെ, ഫൈബറിന്റെ, ഫാൻസി ഐറ്റംസുകളിൽ വരുന്ന കമ്മലുകളും ചെയിനുകളും മാത്രം ഉപയോഗിച്ചു പോകുന്ന ലോകത്തിൽ ഒരുപാട് ക്രൈസ്തവർ അല്ലെ. ഇത്രയധികം ലോകത്ത് മെജോറിറ്റിയായി ക്രൈസ്തവർ നിന്നിട്ടും ഊരയിൽ സാരിയുടെ മുകളിൽ, പർദ്ദയുടെ മുകളിൽ, ചുരിദാറിന്റെ മുകളിൽ ഒരു സ്വർണത്തിന്റെ അരപ്പട്ട കെട്ടിയത് ലോകത്താരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിം സ്ത്രീകളാണ് അല്ലേ. കൈ സ്വർണം കൊണ്ട് മൂടിക്കളയുന്നു. മഫ്തക്ക് മുകളിൽ നിന്ന് തലയിലേക്ക് സ്വർണത്തിന്റെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ കുത്തിവെക്കുന്നു. അപ്പൊ സത്യത്തിൽ ആരാ ഊരയിൽ ഒരു സ്വർണത്തിന്റെ അരപ്പട്ട കെട്ടിയത്? മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ നിയമമുള്ളതാരാ? ആർക്കാ? നമുക്കാണ്. സ്വർണം ഉണ്ടെങ്കിൽ അത് അണിയേണ്ടത് എവിടേക്കാണ്? ഭർത്താവിന്റെ മുമ്പിലേക്കാ. അങ്ങനെയാണോ നമ്മുടെ സ്ത്രീകള്? ഭർത്താവിന് സന്തോഷം കൊടുക്കാനാണോ നിങ്ങളുടെ ചെയിനും നിങ്ങളുടെ കമ്മലും നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? ആണോ? വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോകുമ്പോൾ ആ ആഭരണങ്ങളെല്ലാം അണിയുന്നു. വീട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം അടിച്ച് അലമാരയിൽ വെക്കുന്നു. തന്റെ ഭർത്താവ് വരുമ്പോൾ ആ റൂം സുഗന്ധം ഉപയോഗിച്ച് സ്പ്രേ അടിച്ച് ആ ബെഡ്റൂമിൽ ഏറ്റവും വൃത്തിയുള്ള വിരിപ്പ് വിരിച്ച് തന്റെ കിടപ്പറ ശരിയാക്കി ഏറ്റവും നല്ല വേഷമണിഞ്ഞ് ആഭരണമുണ്ടെങ്കിൽ അതണിഞ്ഞ് ഭർത്താവിന് സന്തോഷം കൊടുക്കാൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി കാത്തിരിക്കേണ്ട പെണ്ണ് നല്ല വേഷം അവിടെ അണിയുന്നില്ല. സന്തോഷിക്കാൻ പറ്റിയ ഒരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ടാകുന്നില്ല. ആഭരണമുള്ളത് അവൾ അണിയുന്നില്ല. സത്യത്തിൽ മുസ്ലിം സമുദായം തെറ്റിദ്ധാരണ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഈ രംഗത്ത്. കല്യാണങ്ങൾക്ക് പോകുമ്പോ, ഷോപ്പിങ്ങിന് പോകുമ്പോ, പർച്ചേസിങ്ങിന് പോകുമ്പോ, മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോ, കൂട്ടുകാരികൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ, അങ്ങനെയൊക്കെ ആ ഘട്ടത്തിലാണ് സ്വർണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ കാണുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അത് അങ്ങനെയും ആവശ്യമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. അത്യാവശ്യമോ ആവശ്യമോ അല്ല, നിങ്ങൾക്കത് അനുവദനീയമാണ് എന്ന് മാത്രം. അള്ളാഹു അനുവദിച്ചതാണ്, സന്തോഷത്തോടു കൂടി സ്വീകരിക്കാവുന്നതാണ്. സഞ്ചരിക്കുന്ന ഒരു ജ്വല്ലറികളായി, മൊബൈൽ ജ്വല്ലറികളായി മുസ്ലിം സ്ത്രീകളെയാണ് ലോകം കണക്കാക്കുന്നത്. സഞ്ചരിക്കുന്ന ജ്വല്ലറി. 4 ദിവസം മുമ്പ് സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ ഒരു സ്ത്രീ നിങ്ങൾ വായിച്ചു അല്ലേ? 40 പവൻ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. 40 പവൻ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്ത്രീ. സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ സ്ത്രീയെ കേട്ടോ അന്യപുരുഷന്മാരും ആളുകളും ആ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആ സ്ത്രീയോട് അവർ പറയുന്നത്, ഈ സ്വർണ്ണാഭരണം അയച്ച് നിന്റെ ബാഗിൽ വെക്ക്. 40 പവൻ സ്വർണം ഉപയോഗിച്ചിട്ടാണ് യാത്ര. അതാരായിരുന്നു എന്നറിയോ? ഒരു മുസ്ലിം സ്ത്രീയാണ് അല്ലേ? അപ്പൊ സത്യത്തിൽ ഇസ്ലാമിന്റെ വശങ്ങളെ മനസ്സിലാക്കാതെ പോവുകയും
മനസ്സിലാക്കേണ്ട വശങ്ങളെ ഉൾക്കൊള്ളാതെ പോവുകയും ചെയ്ത് കുടുംബജീവിതമാകട്ടെ മറ്റുള്ള ജീവിതമാകട്ടെ എല്ലാം തകർന്നു പോകുന്നൊരു ഘട്ടം. ഏറ്റവും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഭർത്താവിന്റെ മുമ്പിലേക്ക് ഏറ്റവും മോശപ്പെട്ട വസ്ത്രം, താൻ ഈ റൂമിലിട്ട കട്ടിൽ അവിടെ തന്നെ കിടക്കുന്നു വർഷങ്ങളായി. ആ റൂമിന്റെ ഒരു കോർണറിൽ വെച്ച ഫ്ലവർ അവിടെ തന്നെ നിൽക്കുന്നു വർഷങ്ങളായി. അതൊന്ന് മാറ്റിവെച്ച് ആ റൂമിൽ ഒരു ചേഞ്ച് വരുത്തി, ഒരു പുതിയ ദിവസത്തെ ഉണ്ടാക്കാൻ, ഒരു പുതിയ മാസത്തെ ഉണ്ടാക്കാൻ, സ്വഭാവം കൊണ്ട് സംസാരം കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ സംസാരം ആരംഭിച്ച് ഭർത്താവിന് സന്തോഷം കൊടുക്കാൻ, വ്യത്യസ്തമായ രീതിയിൽ സംസാരം ആരംഭിച്ച് ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒരു പുരുഷനും ഒരു സ്ത്രീയും സത്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടോ? ആലോചിക്കാൻ തയ്യാറാവുക.